നിന്നും ജോസഫ് അഗസ്റ്റിൻ ചേരുന്നുണ്ട്. ജോസഫ്, അർജുനായുള്ള തിരച്ചിൽ പുരോഗമിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ശക്തമായ മഴ വെല്ലുവിളി നേരിടുന്നു. ഇപ്പോൾ സേന തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നു. ഈ മഴയുടെ പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് ഈ ഒരു പരിശോധന തുടരുന്നത്? മഴ ഇപ്പോൾ മാറി നിൽക്കുന്ന സ്ഥിതിവിശേഷമാണുള്ളത്. ഇപ്പോൾ എല്ലാ മേഖലയിലും, സമസ്ത മേഖലയിലും ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. നാവികസേനയുടെ ബോട്ടുകൾ ഈ പുഴയിലിറങ്ങി ഇപ്പോൾ പരിശോധന നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയും ഇപ്പോൾ പുരോഗമിക്കുകയാണ്. കരഭാഗത്ത് ബൂം എക്സ്കവേറ്ററുകൾ ഉപയോഗിച്ചുള്ള പരിശോധന, ഈ മണ്ണ് മാറ്റുന്ന പ്രക്രിയ അടക്കം നടന്നുകൊണ്ടിരിക്കുന്നു. മാധ്യമപ്രവർത്തകരെ ഇപ്പോൾ ഈ സംഭവ സ്ഥലത്തേക്ക് കടത്തിവിട്ടിട്ടുണ്ട്. മാധ്യമപ്രവർത്തകർക്ക് ഈ ദൃശ്യങ്ങൾ പകർത്തിയെടുക്കാനുള്ള അനുമതി ഇപ്പോൾ നൽകിയിട്ടുണ്ട്. എന്തായാലും കാര്യക്ഷമമായ രീതിയിലാണ് ഇപ്പോൾ ഇവിടെ ഈ രക്ഷാദൗത്യം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി ആണ് ഇത്തരത്തിൽ ഈ രക്ഷാദൗത്യം ഇന്നത്തെ ദിവസം ആരംഭിച്ചിട്ടുള്ളത്. ഏറെ ശുഭകരമായിട്ടുള്ള ഒരു വാർത്ത ലഭിക്കുമെന്ന് തന്നെയാണ് നാം പ്രതീക്ഷിക്കുന്നത്. മഴ ഇതുവരെയും മാറി നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ പ്രവർത്തികൾ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഡ്രോൺ ഉപയോഗിച്ചുള്ള പുഴയിൽ തുടരുന്നു. അതുപോലെ തന്നെ NDRF-ന്റെ 3 സംഘവും ഡിങ്കി ബോട്ടുകളിലെത്തി ഈ മൺകൂനകൾ രൂപപ്പെട്ടിട്ടുള്ള ഇടങ്ങളിൽ പരിശോധന നടത്തുകയാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നാവികസേന മറു സൈഡിലും ഇത്തരത്തിൽ പരിശോധന നടത്തുന്നുണ്ട്. ഏറ്റവും ശുഭകരമായ വാർത്ത ലഭിക്കുമെന്നൊരു ആത്മവിശ്വാസത്തിലാണ് ഇവിടെ ഉദ്യോഗസ്ഥരും നിലകൊള്ളുന്നത്. മാത്രമല്ല, ഈ ഗംഗാവാലി പുഴയിൽ മഴ കുറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും ഗംഗാവാലി പുഴയിൽ ഇത്തരത്തിൽ ശക്തമായ നീരൊഴുക്കാണ്. ഈ 8 നോട്ടിക്കൽ മൈൽ സ്പീഡിലാണ് ഈ പുഴ ഒഴുകുന്നത് എന്നാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള വിവരം. അതായത് ഉപരിതലത്തിൽ 8 നോട്ടിക്കൽ മൈൽ വേഗതയാണ് അനുഭവപ്പെടുന്നത്. ഈ അടിത്തട്ടിലേക്ക് വരുമ്പോൾ ഇതിന്റെ നോട്ടിക്കൽ വേഗത തീർച്ചയായും കൂടുക തന്നെ ചെയ്യും. ഈ 2 നോട്ടിക്കൽ മൈൽ വേഗത്തിൽ ഉപരിതലത്തിൽ ഒഴുകുന്ന ജലത്തിൽ മാത്രമേ ഇത്തരത്തിൽ ഡൈവിംഗ് സാധ്യമാകുകയുള്ളൂ. എങ്കിൽ ഈ 2 നോട്ടിക്കലിലേക്ക് എത്താൻ ഇനിയും ഏറെ താമസം എടുക്കുമെന്നുള്ളത് ശരിയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു കാര്യം, അതായത് 2 ബൂം എക്സ്കവേറ്ററുകൾ ഉപയോഗിച്ചുകൊണ്ട് ശക്തമായ ലോക സാന്നിധ്യം രേഖപ്പെടുത്തിയ ഇടത്ത് ട്രഞ്ച് ചെയ്യുകയാണ്. അതായത് ആ ഭാഗത്തെ മുഴുവൻ മണ്ണും നീക്കം ചെയ്യുകയാണ്. അങ്ങനെ ആ ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്യുകയാണെങ്കിൽ എത്രയും വേഗം ഇത്തരത്തിൽ ഈ ലോറി കണ്ടെത്താനാകുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് മാധ്യമപ്രവർത്തകരോട് മാറി നിൽക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ പ്രവർത്തനങ്ങൾ എങ്ങനെയെന്ന് വിശദീകരിക്കുന്നതിന് വേണ്ടിയായിരിക്കും ഒരുപക്ഷെ മാധ്യമപ്രവർത്തകരെ അടക്കം അങ്ങോട്ടേക്ക് കടത്തിവിട്ടിട്ടുള്ളത്. എന്തായാലും ശക്തമായ രീതിയിൽ എല്ലാ സജ്ജീകരണങ്ങളും കരയിലും അതുപോലെ തന്നെ പുഴയിലും വലിയ രീതിയിൽ ഇപ്പോൾ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവിധ സംവിധാനങ്ങളും പൂർണ്ണമായി പ്രയോജനപ്പെടുത്തിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഇവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മാധ്യമപ്രവർത്തകരോട് ഇവിടുന്ന് മാറി നിൽക്കാൻ ഇവർ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രവുമല്ല, ഈ അപകട സാധ്യതയുള്ളതിനാൽ തന്നെ ഈ ചിത്രങ്ങളൊക്കെ ശേഖരിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശവും നൽകുന്നുണ്ട്. ഈ ദുരന്ത ഭൂമിയിലെ കാഴ്ച വളരെ വേദനാജനകവും ഭയപ്പെടുത്തുന്നതുമാണ്. കാരണം മുകളിൽ ഇപ്പോഴും പൊട്ടി വീഴാറായി നിൽക്കുന്ന മൺകൂനകൾ നിരവധിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തെ നേരിടുക വളരെ ദുഷ്കരമാണെന്ന് ഇവിടെ എത്തുമ്പോൾ തന്നെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഇവരുടെ ഈ പ്രവർത്തികളിൽ വിശ്വാസം അർപ്പിക്കാം, അതിൽ തന്നെ മുന്നോട്ട് പോകാം എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കുറച്ചുകൂടി കഴിഞ്ഞതിന് ശേഷം ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടെ സ്ഥലം സന്ദർശിക്കുകയും ചെയ്യും. മാത്രമല്ല, കേരളത്തിൽ നിന്നുള്ള മന്ത്രിസംഘം അടക്കമെത്തി 2ാമത്തെ ആക്ഷൻ പ്ലാൻ എന്താണ് എന്ന് കൃത്യമായ കൂടിയാലോചനകൾ നടക്കും. നിലവിൽ ഇപ്പോൾ ഈ ലോക സാന്നിധ്യം ശക്തമായി രേഖപ്പെടുത്തിയിട്ടുള്ള സ്ഥലത്ത് 2 എക്സ്കവേറ്ററുകൾ ഉപയോഗിച്ച് മണ്ണ് മാറ്റുന്നുണ്ട്. പുഴയിൽ നാവികസേനയും NDRF സംഘവും പരിശോധന നടത്തുന്നുണ്ട്. ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയും ഇപ്പോൾ സജീവമായി തുടരുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ എല്ലാ യന്ത്രങ്ങളും എണ്ണയിട്ട യന്ത്രം പോലെ ഈ രക്ഷാദൗത്യത്തിന് വേണ്ടി എണ്ണയിട്ട യന്ത്രം പോലെ എല്ലാ വകുപ്പുകളും ഏകോപന സ്വഭാവത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ ലോക സാന്നിധ്യം ശക്തമായി അനുഭവപ്പെട്ടിട്ടുള്ള സൂചനയുള്ള ഇടത്ത് മണ്ണ് നീക്കുന്നത് വഴി എത്രയും വേഗം ഈ ലോറി കണ്ടെത്താനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജോസഫ്,
നിലവിൽ ശക്തമായ മഴ ഇപ്പോൾ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ജില്ലയിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ശക്തമായ അടിയൊഴുക്ക് തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ സംവിധാനങ്ങളോട് കൂടിയ കൂടുതൽ ഉപകരണങ്ങൾ എത്തിച്ചിട്ടുള്ള ഒരു തിരച്ചിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ടോ? കൂടാതെ തന്നെ ഇപ്പോഴും അർജുന്റെ കുടുംബാംഗങ്ങൾ അവിടെ ഉണ്ടോ? ഇവരെ അങ്ങോട്ട് കടത്തിവിടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടോ? ഇവരുടെ പ്രതികരണങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? ദുരന്ത ഭൂമിയിലേക്ക് ഇപ്പോൾ മാധ്യമപ്രവർത്തകരെയും അടക്കമുള്ള ആളുകളെ ഇപ്പോൾ കടത്തിവിട്ടിട്ടാണുള്ളത്. അല്പസമയത്തിനകം ഇവിടെ നിന്ന് മാറി നിൽക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ആധുനിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയുള്ള പരിശോധനകൾ വരും ദിവസങ്ങളിലും തുടരും. കൂടുതൽ എക്സ്കവേറ്ററുകൾ അടക്കം കൊണ്ടുവരും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നാം ഏറെ പ്രതീക്ഷയിലാണ്. ഈ ലോക സാന്നിധ്യം ശക്തമായി രേഖപ്പെടുത്തിയിട്ടുള്ള ഇടത്ത് മണ്ണ് നീക്കം ചെയ്യുന്നത് വഴി കൂടുതൽ ലോറിയുടെ സാന്നിധ്യം തിരിച്ചറിയുവാനും ലോറി കണ്ടെത്താനാകുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത്. വൃന്ദ, ജോസഫ്, ഈ പുഴയിലേക്ക് നേവിയുടെ 2 ബോട്ടുകളിലായി നേവിയുടെ സംഘമാണോ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്? ഈ നേവിയുടെ 2 സംഘങ്ങളാണോ ഇപ്പോൾ പുഴയിൽ തിരച്ചിൽ നടത്തുന്നത്? അതോടൊപ്പം തന്നെ ഈ അടിയിലെ സിഗ്നൽ കണ്ടെത്താൻ ഐബോർഡ് ഡ്രോൺ പരിശോധനയാണോ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? അതെ, മുകൾ ഭാഗത്ത് ഇത്തരത്തിൽ ഈ പരിശോധന നടത്തുന്നുണ്ട്. മാത്രവുമല്ല, ഈ പുഴയിൽ നാവികസേനയും NDRFന്റെയും വിവിധ സംഘങ്ങളുമാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. ഒരു റൗണ്ട്സ് അടിച്ചതിന് ശേഷം മറ്റ് ഉദ്യോഗസ്ഥർ ഇതിൽ കയറി അടുത്ത കൃത്യമായ പരിശോധനകൾ നടത്തുകയാണ്. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇവിടെ നിന്ന് ലഭിക്കുന്ന ഒരു വിവരം. എന്താ? ശരി, ജോസഫാണ് വിവരങ്ങൾ നൽകിയത്. അർജുനായി 11ാം നാൾ നാവികസേന പുഴയിൽ പരിശോധന തുടരുകയാണ്. 2 ബോട്ടുകളിലായി നേവിയുടെ സംഘം പുഴയിൽ തിരച്ചിൽ നടത്തുകയാണ്. ശിരൂരിൽ കനത്ത മഴ തുടരുന്ന ഒരു സാഹചര്യത്തിൽ പുഴയിൽ അടിയൊഴുക്ക് ശക്തമാണ്. ഇത് ചെറിയൊരു പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ടെങ്കിലും സേനയുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിൽ ശക്തമായിട്ടുള്ള തിരച്ചിൽ തന്നെയാണ് നടക്കുന്നത്. പുഴയുടെ അടിയിലെ സിഗ്നൽ കണ്ടെത്താൻ ഐബോർഡ് ഡ്രോൺ പരിശോധനയും ഇപ്പോൾ തുടങ്ങുകയാണ്. ഇപ്പോൾ കാലാവസ്ഥയിൽ ചെറിയൊരു മാറ്റമുണ്ട്. മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പ്രവർത്തനം വലിയ രീതിയിൽ പുരോഗമിക്കുന്നത്. ജില്ലയിൽ നിലവിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ശക്തമായ മഴയിലും ഈ ഒരു പ്രതികൂല കാലാവസ്ഥയിലും നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് നേവിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. സംഭവസ്ഥലത്തു നിന്നും ജോസഫ് അഗസ്റ്റിനാണ് വിശദാംശങ്ങൾ നൽകിയത്.